ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 23,412 എന്ന ലെവലിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം നേരിയ തോതിൽ ഒരു തിരിച്ചു കയറാനുള്ള ഒരു ശ്രമം ഇന്ന് നടത്തിയതായിട്ട് കാണാം. അപ്പോൾ തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം തീർച്ചയായിട്ടും ചില സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ കിട്ടിയതുകൊണ്ട് നല്ല തോതിലുള്ള ഒരു വാല്യൂ ബൈങ് നടന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു പ്രതിരോധം നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഏപ്രിൽ മാസത്തെ ആ ഒരു ഇൻഫ്ലേഷൻ 3.48% ആയിട്ട് ഉയർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. കാരണം മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 3.8 ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ മാർച്ചിൽ 3.4% ആയിരുന്നു നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ തുടർച്ചയായ 4 മാസങ്ങളിലാണ് ഇന്ത്യയുടെ ഈ ഒരു ഇൻഫ്ലേഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം ഇൻഫ്ലേഷൻ കൂടാനുള്ള പ്രധാന കാരണം ഈ ഭക്ഷ്യസാധനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വില വർധനമാണ്. കാരണം ഈ ഫുഡ് ഇൻഫ്ലേഷൻ മാർച്ചിൽ 3.8% ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏപ്രിലിൽ അത് കാണുന്നത് 4.2% ആണ്. ഇതുകൂടാതെ ഏപ്രിൽ മാസത്തെ ആ ഒരു ഡാറ്റയിൽ ഏറ്റവും വലിയ വിലക്കയറ്റം കാണിക്കുന്നത് ജ്വല്ലറി വിപണിയിലാണ്. ഇപ്പോൾ സിൽവർ ജ്വല്ലറികളിൽ 144% വർധനമുണ്ട്. അതുപോലെ ഗോൾഡ്, ഡയമണ്ട് മേഖലയിൽ 40% വർധനമുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റമാണ് ഈ രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ ഈ ഗോൾഡ് ജ്വല്ലറികളിലൊക്കെ കാണുന്നത്. അപ്പോൾ നഗരങ്ങളെ അപേക്ഷിച്ചിട്ട് റൂറൽ മേഖലയിലാണ് വിലക്കയറ്റം കൂടുതൽ അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ ഈ രീതിയിൽ ഉയരുന്നത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ത്രഷോൾഡ് എന്ന് പറയുന്നത് 4%. എപ്പോഴും ഈ ഇൻഫ്ലേഷൻ 4% താഴെ നിലനിർത്തുക എന്നതാണ് RBIയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ നിലവിലിപ്പോൾ അത് 3.48% ആണെങ്കിലും കഴിഞ്ഞ 4 മാസമായിട്ട് ഇൻഫ്ലേഷൻ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും RBIയെ കൂടുതൽ ജാഗരൂകരാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ബാങ്ക് ലോണുകളുടെ ഒരു പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഫ്യൂവൽ പ്രൈസ് ഉയരുമെന്ന ഒരു സ്പെക്കുലേഷൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതും കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലേഷൻ ഒരു പക്ഷേ ഈ 4 എന്ന ലെവൽ കടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ബ്രന്റ് ക്രൂഡിൻ്റെ റേറ്റ് 106, 108 എന്നൊരു റേഞ്ചിലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴോട്ടേക്ക് വരുന്നില്ല. അതുകൂടാതെ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 95 മുകളിൽ വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മാർക്കറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വളറ്റിലിറ്റി ഇൻഡെക്സ് 19 മുകളിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ ഒരു ബിയറിഷ് ട്രെൻഡ് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കാണുന്നത് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ്. കാരണം 54% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 40% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ അവിടെ നിഫ്റ്റി 50 സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെയാണ് നല്ല ബൈങ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള അഡ്വാൻസ് സ്റ്റോക്കുകൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ സെക്ടറാണ് ഏറ്റവും നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്തത്. 3% ഒരു റാലി അവിടെ നടന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിലും അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകളിലും നല്ല ഒരു പ്രകടനം ഇന്ന് കാണാൻ കഴിഞ്ഞു. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ഉണ്ടാക്കിയത് ഗോൾഡ് ETF-കളാണ്. 5% ഒരു മുന്നേറ്റമാണ് നമ്മൾ ഗോൾഡ് ബീസിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നാണ് ഗവൺമെൻറ് ഇമ്പോർട്ട് ടാക്സ് ഈ ഗോൾഡിൻ്റെ കാര്യത്തിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇമ്പോർട്ട് ടാക്സ് 2024 6% കുറച്ചിരുന്നു. അതിനുശേഷം ഗോൾഡിൻ്റെ റേറ്റിൽ ഗണ്യമായൊരു കുറവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും 15 വർദ്ധിപ്പിച്ചത് മാർക്കറ്റിൽ പെട്ടെന്ന് ഈ ഗോൾഡിനുള്ള ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുമ്പോൾ സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിക്കും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് റീറ്റെയിൽ മാർക്കറ്റിൽ പവൻ്റെ വില ഉയരും. ഇപ്പോൾ ഈ 15% ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മെഷേഴ്സ് ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ജ്വല്ലറി വാങ്ങാൻ ആളുകൾ വിമുഖത കാണിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡുകളോ അതല്ലെങ്കിൽ ETF-കളോ ആയിരിക്കും ആളുകൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇന്ന് ഗോൾഡ് ETF-ൽ ശക്തമായ മുന്നേറ്റം ഉണ്ടായത്. എന്നാൽ അതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം ജ്വല്ലറി സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം നിലവിലുള്ള ഈ 15% ഡ്യൂട്ടിക്ക് പുറമെ 3% GST-യും അതേപോലെ തന്നെ മേക്കിംഗ് ചാർജസും അടക്കം ചേരുമ്പോൾ ജ്വല്ലറിയുടെ തുക വളരെയധികം ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജ്വല്ലറി മേഖലയിലുള്ള ഫിസിക്കൽ ഗോൾഡിനുള്ള സ്പെൻഡിങ് കുറയാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുമ്പോൾ ജ്വല്ലറി സ്റ്റോക്കുകളിലും നല്ല മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. ഫ്യൂച്ചർ ഡിമാൻഡ് കുറയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്വല്ലറി സ്റ്റോക്കുകൾ ഇന്ന് ഒരു ന്യൂട്രൽ ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടിവിൽ താഴോട്ടേക്ക് പോകാതെ അതേസമയം ഈ വില വർധനവ് കാരണം മുന്നോട്ടേക്കും പോകാതെ ഒരു
ലെവലിലാണ് ഇപ്പോൾ ടൈറ്റാൻ, അതുപോലെ കല്യാൺ ജ്വല്ലറി, അങ്ങനെ പല സ്റ്റോക്കുകളിലും ഉണ്ടായ ക്രാഷ് ഒരു കൂൾ ഡൗൺ ചെയ്തതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 23,100, 23,200 ലെവലുകളിലാണ് ശക്തമായ സപ്പോർട്ടുള്ളത്. അതുപോലെ അപ്സൈഡിൽ നോക്കുകയാണെങ്കിൽ 23,800 എന്ന ലെവല് മറികടന്നാൽ മാത്രമേ ഒരു വ്യക്തമായ ഒരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും രൂപയുടെ മൂല്യം ഈ രീതിയിൽ 95 എന്ന ലെവലിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ FIAs അവരുടെ സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുന്നതും കാരണം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ വലിയ വളറ്റിലിറ്റിക്കുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റിലെ പ്രമുഖ ബാങ്കറായിട്ടുള്ള ഉദയ് കൊട്ടാക്, അദ്ദേഹം പ്രശസ്തമായ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും മുൻ CEOയുമാണ്. നിലവിൽ അദ്ദേഹം ഈ ബാങ്കിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നിലവിലെ ഈ ഒരു ഗ്ലോബൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച ചില ആശങ്കകൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഈ മാസം നടന്ന CII ബിസിനസ് സമ്മിറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യൻ എക്കണോമി നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് വളരെ ഗൗരവമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങൾ കാരണം ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നതോടൊപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആഘാതം ഇതുവരെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് ഇനിയുള്ള മാസങ്ങളിലായിരിക്കും വരാൻ പോവുക അതിൻ്റെ പ്രത്യാഘാതം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 85% വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ നിലവിലുള്ള ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വലിയ തോതിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PM മോഡി പറഞ്ഞിട്ടുള്ള ചെലവ് ചുരുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഹ്വാനത്തെ അദ്ദേഹം പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ രാജ്യം അതിൻ്റെ വരുമാനത്തിനപ്പുറം ജീവിക്കരുതെന്നും അനാവശ്യമായ വിദേശയാത്രകളും സ്വർണ്ണോപഭോഗവും കുറച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നുമാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നിലവിലുള്ള ലോകം എന്ന് പറയുന്നത് പരസ്പരം മത്സരിക്കുന്ന ഗോത്രീയ സ്വഭാവത്തിലേക്കുള്ള ഒരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സഹകരണം വളരെ കുറവാണ്. അപ്പോൾ ഈ ട്രേഡ് വാറും അതുപോലെ ചൈന റയർ എർത്ത് മേഖലയിൽ കാണിക്കുന്ന റെസ്ട്രിക്ഷൻസും അതുപോലെ ഇറാൻ കപ്പൽ പാത അടക്കുന്നതും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ലോകം ഇനി സഹകരണത്തിൻ്റെ മേഖലയിലല്ല പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം നേരിടണമെന്നാണ് അദ്ദേഹം ഓർപ്പിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഈ സ്വർണത്തിൻ്റെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച ഈ ഒരു സാഹചര്യം അത് ഈ ഉദയ് കൊട്ടാക്കിൻ്റെ കണ്ടെത്തലുകളുടെ ഒരു സ്വാധീനമുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. ഇനി നമ്മൾ ഇന്ന് റിസൾട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സ്റ്റോക്കായിട്ടുള്ള ഡിക്സൺ ടെക്നോളജിയുടെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 9% ഒരു റാലിയാണ് ഇന്ന് സ്റ്റോക്കിലുണ്ടായത്. ഏകദേശം 1000 രൂപയോളമാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് വർദ്ധിച്ചത്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ കാണാൻ കഴിയുക. അതായത് ഇയർ ഓൺ ഇയറിൽ സ്റ്റോക്കിൻ്റെ ആ ഒരു സെയിൽസ് റവന്യൂ 2.12% മാത്രമാണ് ഉയർന്നത്. അതൊരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമാണ്. എന്നാൽ പ്രോഫിറ്റിൽ 13% വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കമ്പനി അതിൻ്റെ എക്സ്പെൻസസ് കുറച്ചുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ക്വാർട്ടർ സെയിൽസിൽ 1%-ലധികമുള്ള ഇടിവും ക്വാർട്ടർ പ്രോഫിറ്റിൽ 7%-ൻ്റെയൊക്കെ ഇടിവാണ് റിസൾട്ടിൽ കാണുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഡിക്സൺ പോലെ ഉയർന്ന വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഈ സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള ഒരു മന്ദഗതി കാണുന്നത് തീർച്ചയായിട്ടും നല്ല സെൽ ഓഫ് നടക്കേണ്ടതാണ്. പക്ഷേ അവിടെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത് അവരുടെ ഗൈഡൻസ് ആണ്. റിസൾട്ടിനോടൊപ്പം കമ്പനി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അവരുടെ മൊബൈൽ ഫോൺ നിർമ്മാണ വിഭാഗം അവിശ്വസനീയമായ വളർച്ചയാണ് കാഴ്ചവെച്ചത്. ഈ വിഭാഗത്തിൽ നിന്നുള്ള അവരുടെ വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 3 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ വൻകിട ഗ്ലോബൽ ബ്രാൻഡുകൾക്ക് വേണ്ടി സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാനുള്ള പുതിയ കരാറുകൾ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ വളരെ സേഫാണെന്ന വിശ്വാസം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ IT ഹാർഡ്വെയർ, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ് മേഖലയിൽ പുതിയ ഓർഡറുകൾ ഡിക്സന്റെ വളർച്ച ഇരട്ടിയാക്കുമെന്ന റിപ്പോർട്ടുകളും ഈ സ്റ്റോക്കിൽ ഒരു റാലി ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ് അതിനേക്കാൾ കൂടുതൽ കമ്പനിയുടെ ലോങ് ടേം വളർച്ചാ സാധ്യതകളും അതുപോലെ ഈ മൊബൈൽ നിർമ്മാണ രംഗത്തുള്ള ആധിപത്യവുമാണ് മാർക്കറ്റ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു വിശ്വാസം ഈ സ്റ്റോക്കിൽ നൽകാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.